പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ശ്വേതാ മേനോൻ. ശ്വേതാ മേനോനെതിരെ ഇപ്പം ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ബോബി പറഞ്ഞ വാക്ക് എനിക്ക് യോജിപ്പില്ല. ഗുരുതരമായ കേസ്, അടിസ്ഥാനമില്ലാത്തൊരു കേസാണ്. ഗുരുതരമല്ല, അടിസ്ഥാനമില്ല. ഇപ്പൊ മാധ്യമങ്ങൾ തന്നെ ഫസ്റ്റ് ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? വലിയ വലിയ മാധ്യമങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു വെച്ചാല് വിചിത്രമായ FIR. ഞാനത് അടിവരയിട്ട് പറയുന്നു, വിചിത്രമായ FIR. അതായത് ഒരു മാധ്യമ പ്രവർത്തകന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും പറഞ്ഞത്. ഇതൊരു വിചിത്രമായ ഒരു ഇതാണ്, ആരോ എന്തോ കരുതി കൂട്ടി ആണ്. പക്ഷേ IT ആക്ടിലെ 67A അതുപോലെ തന്നെ 5 Clause 3 അത്തരം സെക്ഷൻസ് ആണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അപ്പം അത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം അടിസ്ഥാനമില്ലാത്ത രീതിയിലാണ് ശ്വേതാ മേനോനെതിരെ ചാർത്തിയിരിക്കുന്നത്. അല്ല, അത് തെളിവില്ലല്ലോ. അതെ, നമ്മൾ ഒരു സെക്ഷൻ കൊടുത്തിരിക്കുന്നു, ഇന്ന സെക്ഷൻ ഇമ്മോറൽ ട്രാഫിക്. എന്താ തെളിവ്?